نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ ഓഡിറ്റോറിയത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും നേരത്തെ തന്നെ പുറപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു തആല അവന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് ഒരുപാട് അവന്റെ ഔദാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം ലഭിക്കുന്ന ഇഖ്ലാസോടുകൂടി ഈ ഒരു ദൗറയുടെ ആദ്യാവസാനം നമുക്ക് സാഗൂതം ശ്രവിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കുന്ന, നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഇൽമാക്കി അല്ലാഹു തആല അതിനെ മാറ്റിത്തരുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. آمين يا رب العالمين. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം ത്വലബുൽ ഇൽമി ശർഈ വദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ, ദീനി പഠനവും ഇസ്ലാമിക പ്രബോധനവും എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, വളരെ വിശാലമായ വിഷയമാണ്. കുറഞ്ഞ സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് തന്നെ അറിയുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ആമുഖമായി ഈ ഒരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ നിത്യവും സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തൽ മുസ്തഖീമിൽ, നേരായ ചൊവ്വായ പാതയിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരം ദുആ ചെയ്യാറുണ്ട്. അല്ല, അല്ലാഹു തആല നിർബന്ധമായും ഓരോ മുസ്ലിമും 17 തവണ ദിവസം റബ്ബിനോട് ദുആ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കും. അഥവാ 17 റക്അത്തുകളിലായി 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സഹോദരങ്ങളെ, ആ സിറാത്തൽ മുസ്തഖീം ഏതാണ് എന്നൊരാൾക്ക് മനസ്സിലാക്കണമെങ്കിലും, ആ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കണമെങ്കിലും അവന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം, അത് അല്ലാഹുവിന്റെ ദീൻ ഒരാൾ പഠിക്കുക എന്നുള്ളതാണ്. ദീൻ അത് പഠിച്ചാൽ അല്ലാതെ സിറാത്തുൽ മുസ്തഖീം, ശരിയായ ദീനുൽ ഇസ്ലാമിന്റെ മാർഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരാൾ തൗഹീദ് മനസ്സിലാക്കുന്നത്, സഹോദരങ്ങളെ, ശരിയായ അറിവ് അവന് ലഭിക്കുമ്പോഴാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മനസ്സിലാക്കുമ്പോഴാണ്. അല്ലാഹു തആല ഖുർആനിൽ ഓരോ മുസ്ലിമിനോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നീ പഠിക്കണം, ഇൽമു നേടണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇൽമിലൂടെ അല്ലാതെ ഒരാൾക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഈ വരുന്ന വഴിയിൽ തന്നെ എത്ര എത്ര ജാറങ്ങൾ നമ്മൾ കണ്ടുപോകുന്നുണ്ടാകും, അല്ലെ? എന്താണ് അവർക്ക് പറ്റിപ്പോയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനം പോലും മനസ്സിലാക്കാതെ ബഹുദൈവാരാധകരുടെ ചുവട് പിടിച്ചുകൊണ്ട് യഹൂദരെയും നസറാണികളെയും ചാണായി മുഴത്തിൽ മുഴമായി പിൻപറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് തിരിച്ചറിയാതെ ജാറങ്ങൾക്ക് പിന്നിലും ദർഗകൾക്ക് പിന്നിലും പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടാണ് ഈ വഴിയിലേക്ക് പ്രവേശിച്ചു വരുന്നത്. എത്ര ഖേദകരമായ അവസ്ഥയാണ്. എന്താണ് അവർക്ക് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം?
യഥാർത്ഥ ദീൻ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ എത്ര ബിദ്അത്തുകളാണ് രാവും പകലുമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ചെയ്യാനായി എത്ര സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ബിദ്അത്തുകൾക്ക് പിന്നാലെ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്, അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? യഥാർത്ഥ ഇൽമു മനസ്സിലാക്കിയിട്ടില്ല, ദീൻ മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ്. സഹോദരങ്ങളെ, ആ ശുദ്ധിൽ നിന്നും ആ ബിദ്അത്തുകളിൽ നിന്നും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതായിപ്പോയി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തിന്മകളിൽ നിന്നുമൊക്കെ ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ രക്ഷാമാർഗമാണ് ദീൻ അവൻ ശരിക്ക് പഠിക്കുക എന്നത്. കാരണം ദീൻ പഠിച്ച ഒരാൾക്കല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വേണ്ട പോലെ ഭയപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹു അത് തീർച്ചപ്പെടുത്തി ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ അവനെ ഭയപ്പെടുന്നവർ, ഖശിയത്തുള്ള ആളുകൾ ആരാണ്? അൽ ഉലമാ, ദീൻ പഠിച്ച ആളുകൾ, പണ്ഡിതന്മാരാണ് എന്നാണ്. ഒരാൾക്ക് എത്ര കണ്ട് അറിവ് ഒരാൾക്കുണ്ടോ അത്ര കണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാൻ സാധിക്കും. ഇന്നമാ എന്നാണ് പറഞ്ഞത്, മാത്രമാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് ഭയപ്പാടുണ്ടാവുകയില്ല റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനം ശരിക്ക് പഠിച്ചാലല്ലാതെ. അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിച്ചാലല്ലാത്ത സഹോദരങ്ങളെ അവൻ റബ്ബിനെ ശരിക്ക് ഭയപ്പെടാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരത്തിലുള്ള മജ്‌ലിസുകളിലും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ ദീൻ പഠിക്കണം, ദീൻ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയത്ത് ത്വലബുൽ ഇൽമിന്റെ ദീൻ പഠിക്കേണ്ടതിന്റെ ഫദ്ല്, അതിന്റെ ശ്രേഷ്ഠതകളിലേക്കും ഞാൻ തൽക്കാലം പ്രവേശിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ദീൻ പഠിക്കണം എന്ന് പറയുന്നത്? അതിന് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദീൻ പഠിക്കുന്നത്? നമ്മൾ ദീൻ പഠിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താം. ഒന്ന്, സഹോദരങ്ങളെ, നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹുദ, സന്മാർഗത്തിന്റെ വഴി, സിറാത്തുൽ മുസ്തഖീം, അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദീൻ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരെങ്കിലും എന്റെ സന്മാർഗം അത് പിൻപറ്റി കഴിഞ്ഞാൽ അവൻ വഴി വെച്ചു പോവുകയില്ല, അവന് ഇഹലോകത്തും പരലോകത്തും ശഖാവത്ത് അനുഭവിക്കേണ്ട, ദൗർഭാഗ്യം രുചിക്കേണ്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയുമില്ല. ആ ഹുദ, സന്മാർഗം, യഥാർത്ഥ ഇൽമു മനസ്സിലാക്കാത്ത ആളുകൾക്ക് ദുനിയാവ് വഴിവെച്ചു പോകുന്നതാണ്, ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നതാണ്, അവരുടെ ദീനും ദുനിയാവും അഭിമാനവും എല്ലാം നഷ്ടപ്പെടുന്നതാണ്. പരലോകത്ത് അതിനേക്കാൾ വലിയ ഖേദകരമായ, ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. സഹോദരങ്ങളെ, ദീന് പഠിച്ചാൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, വിശദീകരണം എന്താണ്, ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ എങ്ങനെ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, അത് ശരിയായ രൂപത്തിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, അതാണ്. രണ്ട്, ഏതൊരു ഇബാദത്തും റബ്ബിന് നമ്മൾ ചെയ്യുന്ന കർമ്മവും അത് ശരിയാകണമെങ്കിൽ എന്ത് വേണ്ടതുണ്ട്? ഇൽമു വേണ്ടതുണ്ട്. യഥാർത്ഥ അറിവില്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് നിബന്ധനയും അത് അറിവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് ഇഖ്ലാസാണ്, രണ്ട് ഇത്തിബാഅ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാക്കേണ്ടതുണ്ട്. അറിവ് പഠിച്ചാൽ, അതല്ലാത്ത രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയ ഒരാളല്ലാതെ അതിനു വേണ്ടി പരിശ്രമിക്കുകയില്ല. ഈ ഒരു കാര്യം അറിയാത്ത പലരും എന്ത് സംഭവിക്കും? അവർ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവരുടെ ഇബാദത്തുകൾ ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹു ചെയ്യുന്ന ഇബാദത്തുകളിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. റബ്ബിനെ കുറിച്ച് നിരന്തരം ഓർമ്മയുള്ള, എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യമുള്ള ആളുകൾക്കല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രണ്ടാമത്തത് ഇത്തിബാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ഓരോന്നും ചെയ്യണമെന്നുള്ള ബോധ്യമാണ്. അത് അറിവിലൂടെ അല്ലാതെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിസ്കാരം ശരിയാകാൻ എങ്ങനെയൊക്കെ നിസ്കരിക്കണം, സക്കാത്ത് എങ്ങനെ കൊടുത്താൽ, എപ്പോൾ കൊടുത്താൽ, ആർക്ക് കൊടുത്താലാണ് ശരിയാവുക, ഇൽമില്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നോമ്പിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് എന്റെ നോമ്പ് ശരിയാവുക, എങ്ങനെയാണ് എന്റെ നോമ്പ് ബാത്തിലായി പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുക, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കല്ലാതെ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളാകട്ടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ട ജനവിഭാഗമാണ്. അല്ലാഹു പറഞ്ഞതാണല്ലോ,
ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു പടച്ചത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കണം. ആ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം. അതല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവന് യഥാർത്ഥ മാർഗത്തിലേക്ക് ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ സദാ വഴി കഴപ്പിക്കാനായി മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കൾ എന്നും ജാഗരൂകരായി നമ്മുടെ ചുറ്റുമുണ്ട്. അവർ നമ്മളെക്കാളും നമ്മളെ വഴി കയപ്പിക്കാൻ, നമ്മുടെ ഹിദായത്തിലേക്ക് എത്തിക്കുന്നതിനേക്കാളും നമ്മളെ വഴി കയപ്പിക്കാൻ വേണ്ടി അതീവ ജാഗരൂകരായി ചുറ്റും നമുക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ദീനിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കിയിട്ടുള്ള പരീക്ഷണമാണ് പിശാച് എന്നുള്ളത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള കാര്യവും അവന്റെ ദീനിൽ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിവ് മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് പിശാച് എങ്ങനെയാണ് വഴിതെറ്റിക്കാൻ നോക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത ആളുകൾ അവന്റെ വഞ്ചനയിൽ, പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് അതിലേക്ക് വഴിതെറ്റി പോകുന്നത് സഹോദരങ്ങളെ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പലപ്പോഴും ദീനുൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോയി. എങ്ങനെയാണ് സംഭവിക്കാറുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല രൂപത്തിൽ അറിവ് പഠിച്ച് ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളുകളെ ഒറ്റയടിക്ക് തെറ്റിപ്പോകുന്നത് അത് കാണാറില്ല. മറിച്ചെന്താണ് സംഭവിക്കാറുള്ളത്? അവർ ദീൻ പഠനത്തിൽ നിന്നും, ദീനിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ നിന്നും, സംസാരങ്ങൾ കേൾക്കുന്നതിൽ നിന്നും, ഉത്ബോധനങ്ങൾ കേൾക്കുന്നതിൽ നിന്നൊക്കെ പതിയെ പതിയെ അകന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകളിൽ പതിയെ പതിയെ കുറവുകൾ വന്നിട്ടുണ്ടാകും. ഈമാനികമായ കുറവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകും. തൽഫലമായി അവർ ദീനിൽ നിന്ന് തെറ്റിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, അതുപോലെ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എൽമ് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ നിന്നും തെറ്റിപ്പോയ ആളുകൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വഴിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എൽമ് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എങ്കിൽ അടിയുറച്ച് നിന്ന് മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക. മരണം വരെ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് പഠനം അവസാനിപ്പിക്കുക എന്നൊരു സംഭവമേ ഇല്ല. നിങ്ങൾ മരണം വരെ മുഴുവൻ പഠിച്ചാലും നിങ്ങൾക്ക് വലിയൊരു അല്ലാമെന്ന് സാധിക്കണമെന്നില്ല. കാരണം ദീൻ അത് നമ്മൾ പഠിച്ചതിനേക്കാളും കൂടുതലായിരിക്കും എപ്പോഴും പഠിക്കാൻ ബാക്കി. പക്ഷേ നമ്മുടെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ വഴിയിലായി ബന്ധപ്പെടുക എന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദീൻ അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കുന്നവരെയും അത് പഠിപ്പിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. റബ്ബിന്റെ മഹബ്ബത്ത്, അല്ലാഹുവിന്റെ സ്നേഹം അത് ദീൻ പഠിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നവർക്കുമുണ്ട്. അല്ലാഹു അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകളെ മറ്റുള്ളവരെക്കാളും ഉയർത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും വിശ്വസിച്ചവരെയും അതുപോലെ നിങ്ങളിൽ നിന്നും അറിവ് നൽകപ്പെട്ടവരെയും പദവികളായി ഉയർത്തുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം റബ്ബ് അവരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടം അത് കരസ്ഥമാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുകയും സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ സഹോദരങ്ങളെ അല്ലാഹു തആല നൽകുകയും ചെയ്യും. പിന്നീട് ഈ ദീൻ പഠിക്കുന്നതിലൂടെ അല്ലാതെ സഹോദരങ്ങളെ നമുക്ക് ആളുകളോടുള്ള പെരുമാറ്റമാകട്ടെ, ആളുകളോടുള്ള സംസാരങ്ങളിൽ ഇടപെടലിലാകട്ടെ, അത് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ആക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കേവലം കുറെ ടെക്സ്റ്റുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചത് ദീനിൽപ്പെട്ടതാണ്. അവിടുത്തെ മക്കാരിമുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ദീനായിട്ട് നമ്മൾ പഠിക്കണം. ഈ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? അതിന്റെ സൽസ്വഭാവം എന്നുള്ളത്. സഹോദരങ്ങളെ, സ്വഭാവം നന്നാകാൻ, ആളുകളുടെ പെരുമാറ്റം നന്നാകാൻ ഈ ദീൻ നമ്മൾ ശരിക്കും പഠിക്കണം. ഇതിൻ്റെതായ കിതാബുകളുണ്ട്. നമ്മുടെ അഖ്ലാഖുകൾ നന്നാക്കുന്ന ആദാബുകൾ, പെരുമാറ്റങ്ങൾ, മര്യാദകളൊക്കെ നന്നാക്കാനായി പണ്ഡിതന്മാർ ഹദീസുകൾ കോർത്തിണക്കിയ കിതാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മ വരണം. അല്ലാതെ ദീൻ പഠനം എന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രികമായി എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കുക, എന്തൊക്കെയോ മറുപടികളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ഒരുക്കി ചെറുകൂട്ടി വെക്കുക എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ട് ദീൻ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ അതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകണം, നമ്മുടെ പെരുമാറ്റത്തിൽ അതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകണം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. ദീൻ എന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ
നമുക്ക് പുണ്യങ്ങൾ ചെയ്യാനുള്ള ഹൃദയത്തിൽ ഖശിയത്ത് ഭയപ്പാട് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യമായിരിക്കാം. അതിനേ ഇല്ലെന്ന് പറയുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ കേട്ട് വായിച്ച് പഠിച്ച്, പക്ഷെ ഹൃദയത്തിൽ ഒരു ഭയമൊന്നും കൂടുന്നില്ല. അള്ളാഹിനെ കുറിച്ചിട്ടൊരു ഭയമില്ല. ഒരു കൂടുതലൊരു പുണ്യം ചെയ്യാൻ, നേരത്തെ ഉള്ളതിനേക്കാളും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു ഉത്സാഹം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ യഥാർത്ഥ ഇൽമ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇൽമ് മനസ്സിലാക്കുക, ഇൽമ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ല മുൻഗാമികളിൽ ചിലർ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്. അതില്ലെങ്കിലും എത്ര വലിയ ഇൽമുണ്ടെങ്കിലും യാതൊരു ഉപകാരവുമില്ല എന്ന് തന്നെ വളരെ കൃത്യമായി സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സഹോദരങ്ങളെ, ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് വലിയ സമ്മാനമാണ്. പരലോകത്തേക്ക് നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. കാരണം നമുക്ക് കിട്ടില്ലെങ്കിൽ ഇൽമ് അത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം നാം പറഞ്ഞത് കേട്ടിട്ട് ആ നന്മകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം ഓഹരി, അതിന്റെ എല്ലാം ഒരു പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. മഹാനായ ഇമാം സഅദി റഹിമഹുള്ളാഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ആലിം ഉണ്ടായിരുന്നു. ആ ആലിം ആളുകളും പണ്ഡിതൻ, ആളുകൾ ധാരാളം ഇൽമൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഇപ്പോൾ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ആ പണ്ഡിതൻ വന്നുകൊണ്ട് പറയുകയാണ്, എന്താണ് ആ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്? നീ ഇന്നലെ ഒരു ഫത്വ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? ആ ഫത്വയുടെ ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖബറിലേക്ക് എത്തിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ്, കാരണം ഈ വിദ്യാർത്ഥി അതിന് ചോദ്യോത്തരം പറഞ്ഞത്, മറുപടി പറഞ്ഞത്, ഫത്വ പറഞ്ഞത് ഈ പണ്ഡിതൻ പഠിപ്പിച്ചു തന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ആ ചങ്ങലയായി ശൃംഖലയായി അത് പഠിപ്പിച്ചു കൊടുത്ത ആളിലേക്ക് എത്തുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ, ഇത് വലിയ പണ്ഡിതന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. നമുക്കറിയുന്ന, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വിശദീകരണത്തോടുകൂടി ഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറത്തിൽ നമുക്ക് നൽകും. ഖബറിലേക്ക് മുറിയാത്ത പ്രതിഫലമായി നൽകുമെന്നുള്ള കാര്യം വളരെ വലിയ ശ്രേഷ്ഠതയുള്ള ഇൽമിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൽമ് എങ്ങനെയാണ് നമുക്ക് ഉപകരിക്കുക, പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി ഇൽമില്ലാതെയാണ്, അറിവ് പഠിക്കാതെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിലും, ആളുകളുമായി പെരുമാറുന്നതെങ്കിലും, ആളുകളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുന്നതെങ്കിലും വലിയ അപകടം പിടിച്ച കാര്യമാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹദീസിൽ കടന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിന്റെ ചുരുക്കം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരിക്കലും ഒരു മനുഷ്യന് ഒരു മുറിവേറ്റു, അയാൾക്ക് എന്തോ ഒരു പരിക്കേറ്റിട്ടുണ്ടാകും. അയാൾ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അയാൾക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു. നമുക്കറിയാം, സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നമുക്ക് വലിയ ശുദ്ധി സംഭവിച്ചു, കുളി നിർബന്ധമാണ്. പക്ഷെ ഇയാൾക്ക് ശരീരം മൊത്തത്തിൽ മുറിവുണ്ട്, കുളിക്കാൻ സാധിക്കില്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. അയാളോട് ചിലർ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തുണ്ടായാലും കുളിച്ചേ മതിയായുള്ളൂ, കാരണം വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്, അതിന് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു. അയാൾ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ വ്യക്തി, ഈ സാധു, ഇയാളുടെ ഈ ഫത്വ കേട്ടുകൊണ്ട്, ഇയാളുടെ ഈ അഭിപ്രായം കേട്ടുകൊണ്ട് കുളിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചുപോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരമെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖതലൂഹു, അവർ അയാളെ കൊന്നു. ഖതലഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം അവർക്കുണ്ടാകട്ടെ. അലം യകുൻ ശിഫാഉൽ ഇൽമി അസ്വാൻ, അറിവില്ലായ്മയുടെ പരിഹാരം അത് ചോദിച്ചുകൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരറിവില്ലാതെ ഒരു കാര്യം നടക്കാൻ മരിച്ചു, അയാൾ ജീവൻ തന്നെ അപഹരിച്ചിരിക്കുകയാണ്. അറിവില്ലാതെ സംഭവിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അറിവില്ലാതെ നമ്മൾ പെരുമാറിയാൽ, അറിവില്ലാതെ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ നമുക്ക് ഉണ്ടാക്കുക. നമുക്കൊന്നും കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല, തകർക്കാനേ സാധിക്കുകയുള്ളൂ. വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ ഈ രൂപത്തിൽ അറിവില്ലാതെ ആളുകൾ, മുസ്ലിങ്ങൾ പരസ്പരം ചേരിതിരികയും അവർ അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പരസ്പരം രക്തച്ചൊരിച്ചിൽ ഉണ്ടായതൊക്കെ ഒരുപാട് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, അറിവ് പഠിക്കുക എന്ന് പറയുന്നത് പരലോകത്ത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയുള്ള കാര്യമാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാ രൂപത്തിലുള്ള നിന്ദ്യതകളിലും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു ശ്രേഷ്ഠതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം.
സാധിക്കും. ഇനിയാണ് സഹോദരങ്ങളെ തത്വീയതായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അറിവ് പഠിക്കേണ്ടത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കാം. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പൂർണ്ണമായി ദീൻ പഠനത്തിന് വേണ്ടി മാറിയിരിക്കുന്ന ആളുകളൊന്നുമല്ല. ബഹുഭൂരിപക്ഷവും എന്തെങ്കിലുമൊക്കെ തൊഴിലും ജോലിയിലും ഏർപ്പെട്ട ആളുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ ദീൻ പഠിക്കുക? ശരി, ദീനിൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, പഠിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്, കേൾക്കുന്നുണ്ട്. സഹോദരങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? നമ്മൾ അതിനു വേണ്ടി ഒരു സമയമെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം പലരും പറയാറുള്ളത് അവർക്ക് ജോലി തിരക്കുകളുണ്ട്, അതുകൊണ്ട് അതിനുവേണ്ടി പൂർണ്ണമായി ദീൻ പഠിക്കാൻ മാറിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വഹാബികളും താബിഈങ്ങളും വലിയ വലിയ ഇമാമിങ്ങളും അങ്ങനെ ആയിട്ടുള്ള എല്ലാവരും ദീൻ പഠനത്തിന് വേണ്ടി പൂർണ്ണമായി മാറിയിട്ടുണ്ട് അങ്ങനെ ആയവരല്ല. അവരിൽ പലരും ജോലി ചെയ്ത് ആ ജോലിയുടെ കൂടെ പഠിച്ചവരാണ് എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അയൽവാസിയോടൊപ്പം തനാവുൽ നടത്തിയിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോകും. അപ്പോൾ തന്റെ അയൽക്കാരന്റെ ജോലിയായിട്ട് പോകും. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ട പഠിച്ച ഹദീസുകൾ രാത്രി ഈ വ്യക്തിക്ക് വന്ന് പറഞ്ഞു കൊടുക്കും. അയാൾ ജോലിക്ക് പോയ ആളാണ്. പിറ്റേ ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് ജോലിക്ക് പോവുകയാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി പോകും. അയാൾ കേട്ട കാര്യങ്ങൾ തിരിച്ചു വന്ന് പരസ്പരം പഠിക്കുക. ഇങ്ങനെ റൊട്ടേഷനായിട്ട് മാറി മാറി വന്നിട്ട് അദ്ദേഹം അങ്ങനെ പഠിച്ചിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. പക്ഷെ അവരുടെ കച്ചവടം അവരെ പരലോകം മറപ്പിച്ചില്ല. കച്ചവടത്തിന്റെ ഉദ്ദേശം അവർക്ക് അറിയായിരുന്നു. ഈ ദുനിയാവിൽ ഈ കുറഞ്ഞ കാലം ജീവിക്കാൻ എനിക്ക് ധനസമ്പാദനം നടത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി അവർ കച്ചവടം ചെയ്തു. ബാക്കിയുള്ള സമയം നമ്മൾ പഠിച്ചു. സഹോദരൻ, നമ്മൾ ശരിക്കും അതിനുവേണ്ടി മാറ്റി വെച്ചാലും സാധിക്കുന്നതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ തന്നെ നമുക്ക് ഇല്ലാത്ത ഒരു കഴിവുകൾ കണ്ടെത്തുകയാണ്. ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, എനിക്കിപ്പോൾ ഇവിടെ സമയം. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ദുനിയാവിന്റെ എന്തൊക്കെ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരായ എത്രയോ ഇമാമത്തുൽ വലിയ ഇമാമിങ്ങളായ ആളുകൾ വരെ അവർ വലിയ ജോലി ചെയ്തിരുന്നു, അതോടൊപ്പം പഠിച്ചിരുന്നു. അങ്ങനെ അവർ ഉയർന്ന കാരണം അതിന്റെ പിന്നിൽ അവർക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, സിദ്ഖ് ഉണ്ടായിരുന്നു, സത്യസന്ധത ഉണ്ടായിരുന്നു. നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധതയോടുകൂടി അവർ പുലർത്തിയിരുന്നു. അങ്ങനെ അവർ അതിന് പ്രയത്നിച്ചിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സമയം നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. നമ്മൾ അങ്ങനെ കൃത്യമായി ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എത്രയോ ആളുകൾ ദീൻ പാലിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദീനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളല്ല. അവർക്ക് അങ്ങനെ സമയം ഉണ്ടായിട്ട് ഒന്ന് ഖുർആൻ കൃത്യമായി തെറ്റാതെ ഓതാൻ അവർക്ക് അറിയുന്നില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ തന്നെ സഹോദരങ്ങളെ തെറ്റിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ അതിനു വേണ്ടി ഒരു ദിവസം പോയിട്ട് ആഴ്ചയിൽ 2-3 മണിക്കൂർ പോലും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സഹോദരങ്ങൾ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാലാകാലം ഇൽമിന്റെ ഫضല് കേട്ടതുകൊണ്ടോ ഇൽമ് ഉണ്ടായിരുന്നാൽ എന്ന നേട്ടമുണ്ട് കേട്ടത് കൊണ്ടോ മാത്രം കാര്യമില്ല. നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തണം. അങ്ങനെ ഒരു സമയം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഇന്ന് കാലത്താണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, എത്ര ഓൺലൈനായിട്ടും മറ്റുമൊക്കെയുള്ള അവസരങ്ങളാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്തൊന്നും നൽകാത്ത ഒരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളിവിടെ ഇന്നുകൊണ്ട് നമുക്ക് എത്രയോ ദൂരെയുള്ള ഒരാൾക്ക് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ സാധിക്കുകയാണ്. അയാൾക്ക് നമ്മുടെ പാരായണം ശരിയാക്കി തരാൻ സാധിക്കുകയാണ്. അയാൾ പഠിപ്പിച്ചു തരികയാണ്. അയാൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു തരികയാണ്. അയാൾ അഖീദയും ഫിഖ്ഹും ഹദീസും ഇതിങ്ങനെ പഠിപ്പിച്ചു തരാൻ അവർക്ക് സാധിക്കും. ഇനി മുമ്പില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യാനും അത് കാണുന്ന രൂപത്തിലാകട്ടെ കേൾക്കുന്ന രൂപത്തിലാകട്ടെ അത് നമുക്ക് വേണ്ട പോലെ കേട്ട് മനസ്സിലാക്കാൻ അത് എഴുതിയെടുത്ത് പഠിക്കാനൊക്കെ അവസരമുണ്ട്. മുമ്പ് കാലത്തില്ല. ചിന്തിച്ചു നോക്കും, ഒരാൾക്ക് ഇങ്ങനൊരു സദസ്സിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിവ് പോയി. അയാൾ ചോദിച്ച് കേട്ട ആളെന്ന് കേട്ടിട്ട് വേണം പറയാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 20-30 വർഷം മുമ്പ് വരെ എടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റും. അന്ന് ആ മജ്‌ലിസിൽ ഇരുന്ന ആൾ എന്താണോ കേട്ടത് ആ ഹർഫായിട്ട് നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റും. ശരിയല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞു എത്ര ഒരു അനുഗ്രഹമാണ്. ഒരു പണ്ഡിതൻ പറയുന്നത് അയാൾ പറയുന്നത് ഒരു മനസ്സിലായിട്ട് നമ്മൾ വെക്കാം, നിർത്താം, ഒന്നുകൂടി റിപ്പീറ്റ് കേൾക്കാം, വീണ്ടും കേൾക്കാം. പണ്ഡിതൻ നടക്കുമോ? പണ്ഡിതൻ നടക്കുകയില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല, കഴിഞ്ഞു. ഇനി എവിടെ തിരിച്ചു വെക്കാം?
എവിടെ തിരിച്ചു കേൾക്കാൻ സാധിക്കൂല. നമുക്കിത് റിപ്പീറ്റ് അടിച്ച് കേൾക്കാം, ഒന്നുകൂടി മനസ്സിലാക്കാം, ഇത് വായിക്കാം. എല്ലാ സംവിധാനങ്ങളും സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമുക്ക് ഈ ആധുനിക ഈ രൂപത്തിൽ ഒരുക്കി നൽകിക്കൊണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകണം. കാരണം ചിലര് ഇത്തരം കാര്യങ്ങൾ തീരെ ഉപയോഗപ്പെടുത്തുകയില്ല. കാരണം അവർക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അവരുടെ കച്ചവടങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്തും അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മുമ്പൊക്കെ കച്ചവടത്തിന് നമ്മൾ പണം മാത്രമേ കൊടുത്തില്ല. ഇന്നിപ്പോ ഗൂഗിൾ പേ ആയി, പേടിഎം ആയിരിക്കണം, എല്ലാ സംവിധാനങ്ങളാണ്. ഏത് പെട്ടിക്കടയിൽ പോയാലും അവർ ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഈ ഒരു ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കച്ചവടം ശരിക്കും നടക്കൂല. കാരണം അതിലേക്ക് അവർക്ക് പൈസ ഇല്ല. എല്ലാവരും ഇങ്ങനെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് പേയ്മെന്റ് നടത്തുന്നത്. എല്ലാവരും കൊണ്ടുവച്ചു ആ ടെക്നോളജി ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ ഇതേ കാര്യം ഇതേ വ്യക്തിക്ക് ഒരു ഖുർആൻ പഠിക്കാൻ, കേട്ട് പഠിക്കാൻ, ക്ലാസുകൾ കേട്ട് പഠിക്കാൻ വളരെ കൃത്യമായി സംവിധാനങ്ങളുണ്ട്. പക്ഷേ പലരും സഹോദരങ്ങളെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാം, സത്യസന്ധതയോട് തീരുമാനിക്കാം, എനിക്ക് ഇന്ന ഒരു ക്ലാസ് കേൾക്കണം, അതാ ഇത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ഞാനിതാ തിങ്കളാഴ്ച ഞാൻ ഇന്നത് പഠിക്കാം. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കിയാലല്ലാതെ സഹോദരങ്ങളെ ഇത് കിട്ടുകയേ ഇല്ല. നമ്മൾ വർഷാവർഷം ഇങ്ങനെ കഴിഞ്ഞു പോകും, കാലങ്ങൾ കഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചിന്തിക്കും, ഒരു 5 കൊല്ലം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയുണ്ടാവും എന്ന് പിന്നീട് ഖേദത്തോടുകൂടി ചിന്തിക്കും. എന്ന് നമുക്കറിയും നമ്മൾ ആയുസ് എപ്പോഴാണ് തീരുക നമുക്ക് ആർക്കും അറിയുകയില്ല. ഇന്നുള്ള അതേ ആരോഗ്യവും ഇന്നുള്ള അതേ അവസ്ഥയും ഇന്നുള്ള അതേ സമാധാനമൊക്കെ പിന്നീട് ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയുകയില്ല. ഉള്ള അവസരം നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. അങ്ങനെ സഹോദരങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയ അനുഭവം പറയട്ടെ, അങ്ങനെ കഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയത്, അറിവ് നൽകിയത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എത്രയോ ആളുകൾ വന്ന് അറബി മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഭയങ്കര പ്രയാസം, ഓതാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. എന്നാൽ അവരത് കഷ്ടപ്പെട്ട് സത്യസന്ധതയോടുകൂടി രാവും പകലും ഒക്കെ പണിയെടുത്ത്, അത് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവർ കുറച്ച് ക്ലാസ് കേട്ട്, കുറച്ച് ഓതി പഠിച്ചു, ജോലി വന്നതിന് ശേഷം അത് ചെയ്തു. ഇങ്ങനെ നിരന്തരമായി ചെയ്തിട്ട് വലിയ നിലയിൽ അവർക്കിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പണ്ഡിതന്മാരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാനും വായിക്കാനൊക്കെ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അവരെത്തിയിട്ടുണ്ട്. പരിശ്രമിച്ചാലല്ലാതെ ഒരിക്കലും കിട്ടുകയില്ല. ആഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും കിട്ടുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവരെവിടെ എത്തി, ഞാനെവിടെ എത്തി, ഞാൻ അവിടെ തന്നെ ഉണ്ട്. പഠിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നുണ്ട്. നമ്മുടെ പ്രായം, നമ്മുടെ ജോലി തിരക്ക്, ഇതൊന്നും നമുക്ക് കാരണമാകരുത്. ഇതൊക്കെ പിശാച് തോന്നിക്കുന്ന കാര്യം മാത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവരേത് പ്രായത്തിലാണ് പഠിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന 40 വയസ്സിലാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കിബാറുകളായ സ്വഹാബികളെല്ലാവരും വലിയ വയസ്സുള്ള സ്വാമി, അവരെല്ലാവരും 40 കഴിഞ്ഞവർ, 50 കഴിഞ്ഞവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ചെറിയ ആളുകളും ഉണ്ട്. അതുകൊണ്ട് പ്രായമൊക്കെ പിശാച് വെറുതെ തോന്നിക്കാൻ. നിങ്ങൾ ചിന്തിച്ചോ, ഒരു 40-50 വയസ്സുള്ള ഒരാള്, അയാൾ പറയാണ് ഗവൺമെന്റ് ജോലിയിൽ ഇന്നൊരു കോഴ്സ് ചെയ്തതിനാൽ സാലറി ഡബിളാന്ന് പറഞ്ഞാൽ തീർച്ചയായും 45 വയസ്സുള്ളവൻ 50 വയസ്സുള്ളവൻ 1-2 മാസമൊക്കെ ആ കോഴ്സിന് പോയി ചേർന്ന് അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും പരീക്ഷ ചെയ്തിട്ട്. കാരണം എന്താ? കാരണം 50,000 സാലറി ഉള്ളത് 1 ലക്ഷം ആകും. കാരണം ഇത് ഈ പരീക്ഷ പാസ്സാകണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. ആളുകൾ പരിശ്രമിക്കും. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളില്ലേ, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അറബി, കൊളോക്കിയൽ അറബിയൊക്കെ പഠിക്കുന്ന ആളുകളില്ലേ, അവർ പഠിച്ചെടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഗൾഫിലൊരു ബക്കാലയിൽ ജോലി ചെയ്യണമെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യണമെങ്കിൽ സംസാരം അറിയില്ലെങ്കിൽ കാര്യമില്ല, അവിടെ പിടിച്ചേക്കാൻ പറ്റൂല. എങ്ങനെയൊക്കെ പഠിക്കും. പ്രത്യേകിച്ച് മലയാളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി കൊണ്ട് അനുഗ്രഹിച്ച ഒരു വിഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് താല്പര്യമില്ല, നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം നമ്മൾ മാറ്റിവെച്ച് പഠിക്കാൻ വേണ്ടി ഇരുന്നാലേ രക്ഷയുള്ളൂ. നമ്മൾ ഒരു പ്രിപ്പയർ ചെയ്യുക. ഞാൻ തിങ്കളാഴ്ച ദിവസം എനിക്ക് ഇന്നടുത്ത് പങ്കെടുക്കാൻ പറ്റില്ല, ഞാൻ ഇന്ന ക്ലാസ്സിൽ കേൾക്കും. അങ്ങനെ അതായത് ഇത്ര 68 ക്ലാസ്സിൽ പൂർത്തിയായിട്ടുണ്ട്, 70 ക്ലാസ്സിൽ പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ 40 ക്ലാസ്സിൽ പൂർത്തിയായിട്ടുണ്ട്, ഇന്നൊരു കിതാബുണ്ട്, അത് ഞാൻ പഠിക്കും, അത് കേൾക്കുമ്പോൾ എനിക്ക് സംശയം വന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എളുപ്പമാക്കിയിട്ടുണ്ട്. ആ സംശയം ചോദിക്കാൻ നമുക്ക് വഴിയുണ്ട്. സംശയം ചോദിക്കാൻ പണ്ട് കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു ഹദീസ് ശരിക്ക് കിട്ടിയിട്ടില്ല, അതിൽ സംശയം ഉണ്ടെങ്കിൽ ആ ഹദീസ് അതിനേക്കാളും ചെറിയ സനദോടുകൂടി റിവായത്ത് ചെയ്ത പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് നടന്നുപോയിട്ട് അത് ഉറപ്പിക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വഹീഹാണ് എന്നുള്ളത്. ആ കഷ്ടപ്പാടൊന്നുമില്ല. അള്ളാഹു വീണ്ടും എളുപ്പമാക്കി. ഒരാൾ വിളിച്ചു ചോദിക്കാം, മെസ്സേജ് അയച്ചു ചോദിക്കാം, ഞാൻ ഇന്ന ക്ലാസ് കേട്ടു, ഒരു സംശയമുണ്ട്, അങ്ങനെ പഠിക്കാം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റൈസ് ഹഫളഹുല്ലാഹ് റിയാദിലുള്ള ഷെയ്ഖാണ്. അദ്ദേഹം ചില വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ
അടുക്കൽ വന്ന് പഠിച്ച ചില വിദ്യാർത്ഥികൾ. അവർ യൂറോപ്യൻ കൺട്രിയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും വന്ന് സൗദിയിൽ ഇരുന്ന് പഠിച്ച ആളുകളാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫിഖ്ഹിന് ദാദുൽ മുസ്തഖ്നി എന്ന് പറയുന്ന ഒരു ഫിഖ്ഹിന്റെ ഒരു മത്തനാണ്. അദ്ദേഹം അത് വിശദീകരിച്ചത് ഏകദേശം 12 വർഷത്തോളമാണ്. 15 വോളിയത്തിൽ നമുക്കിത് കിട്ടും. 12 വർഷം ഇബ്നു ഉസൈമീൻ ആഴ്ചയിൽ 1-2 ക്ലാസ്സൊക്കെ എടുത്ത് അത് പൂർത്തിയാക്കിയതാണ്. എന്നാൽ ഇവരെന്ത് ചെയ്തു? ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ വരികയും ഇവർ ഈ ഓഡിയോ ടേപ്പുകൾ കേട്ട് എന്നിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അവരത് 4 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കി. പൂർണ്ണമായി അവരത് കേട്ടു. അവർ കേട്ട് സംശയമുള്ളതൊക്കെ എന്ത് ചെയ്യും? ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നിസ്കാരത്തിന് വേണ്ടി പോവുകയും വരുന്ന സമയത്തൊക്കെ കാണും. എന്നിട്ട് എന്ത് ചെയ്യും? അവരത് ചോദിച്ച് മനസ്സിലാക്കും. അപ്പൊ ഇത് 12 വർഷം കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അടുത്ത കിതാബ് ഒരു എളുപ്പത്തിൽ ഇവർ ജോലിയുടെയും മറ്റേ കടയിൽ 4 വർഷം കൊണ്ട് ഒരു പൂർത്തിയാക്കി പഠിച്ചു. അവർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അവർക്കത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അടുക്കൽ നിന്ന് പഠിച്ചതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റി. കാരണം എന്താണ്? അദ്ദേഹമാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, വളരെ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. ഇനി ത്വലബുൽ ഇൽം എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ പോലും അതിന്റെ അർത്ഥം പൂർണ്ണമായ ഒരു പണ്ഡിതൻ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ എല്ലാം ഓതി ചൊല്ലി പഠിപ്പിച്ചിരുന്നൊന്നല്ല. അതിലേറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരാളുടെ ജുഹുദിൻ ഫർദിയാണ്. സ്വന്തമായിട്ട് തന്നെ പരിശ്രമിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി പഠിക്കണം. നമ്മൾ മനസ്സിലാക്കി തരണം. സംശയമുള്ളത് ചോദിക്കുക, പിന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അതിനു വേണ്ടി പരിശ്രമിക്കണം. ഖുർആൻ ഓതാൻ അറിയാത്തവർ പഠിക്കണം. ഹിഫ്ളാക്കാൻ സാധിക്കുന്ന ആളുകൾ സാധിക്കുന്നത്ര ഹിഫ്ളാക്കണം. അറബി ഭാഷ നമുക്ക് പറ്റുമെങ്കിൽ പഠിക്കണം. ഏറ്റവും പ്രാധാന്യമുള്ളത് തൗഹീദിന്റെയും അഖീദയുടെയും ഒക്കെ കാര്യങ്ങളാണ് സഹോദരങ്ങൾ. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമുക്കൊക്കെ അറിയുന്നുണ്ട്, നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. നമുക്ക് തോന്നണം, എനിക്കറിയാത്തതായിട്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിവരക്കേടിലാണ് എന്ന് ശരിക്ക് മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നീട് സഹോദരങ്ങളെ, അടുത്തത് നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞത് പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പ്രബോധനം അത് ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്? ഈ ഒന്നാമത്തെ കാര്യം ശരിയാക്കുന്ന ആളുകൾക്ക് പറഞ്ഞതാണ്. കാരണം കയ്യിലൊന്നും ഇല്ലാത്തവനൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ പ്രബോധനം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് എന്താണ്? അറിവാണ്. ആ അറിവ് നമ്മൾ സ്വായത്തമാക്കണം. ആ അറിവ് സ്വായത്തമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റടിമകളായ അറിവില്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. അവരിലേക്ക് അത് പകർന്നു നൽകുക. അതിനാണ് അദ്ദഅവ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല സൂറത്തു ആലി ഇംറാനിൽ 104-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടത്? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ അത് കൽപ്പിച്ചു കൊടുക്കണം, തിന്മ കണ്ടാൽ അത് വിലക്കുകയും വേണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മുടെ ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു നന്മ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കിയ ഒരു തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആളുകളെ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽ പെട്ട കാര്യമാണ്. അതെങ്ങനെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം? വളരെ കൃത്യമായി പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ സഹോദരങ്ങളെ അത് ചെയ്യാൻ 1-2 ആളുകൾ ഈ ദീൻ പ്രബോധനം ചെയ്യാനുണ്ട് എങ്കിൽ, കഴിവുള്ളവരാണ് എങ്കിൽ, അവരുടെ ആ പ്രബോധനം കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ നിർബന്ധ ബാധ്യത തീരുന്നതാണ്. അതായത് അദ്ദഅവതു ഇലല്ലാഹ് എന്ന് പറയുന്നതിന് ഹുക്മത് ഫർളു കിഫായ. ഒരു നാട്ടിൽ 1-2 ഈ ദഅവത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിന്റെ ശരിയായ രൂപം മനസ്സിലാക്കി കൊടുക്കാൻ, മുസ്ലിമീങ്ങളെ ദീൻ പഠിപ്പിക്കാൻ അതിനു വേണ്ടിയുണ്ട് എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധ ബാധ്യത ഇല്ല. എന്നാൽ ആരും അതിനുവേണ്ടി തയ്യാറായിട്ടില്ലെങ്കിലോ, കഴിവുള്ളവൻ അത് തയ്യാറാകുന്നില്ലെങ്കിലോ സഹോദരങ്ങളെ, അതിന് കഴിവുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബിന്റെ ശിക്ഷയുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീൻ പ്രബോധനം ചെയ്യാൻ നമ്മെ കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം റബ്ബിന്റെ മാർഗത്തിലേക്ക്. ബിൽ ഹിക്മ വൽ മൗഇദത്തുൽ ഹസന, ഹിക്മത്ത് കൊണ്ടും അൽ മൗഇദത്തുൽ ഹസന കൊണ്ടുമാണ് വേണ്ടത് എന്ന്. എന്താണ് ഹിക്മത്ത്? പണ്ഡിതന്മാർ കുറെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഹിക്മത്ത് യഥാർത്ഥ അറിവാണ്. ഹിക്മത്ത് അതെന്താണെന്ന് പറയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്, സുന്നത്തുകളാണ്. ഇതാണ് ഏറ്റവും വലിയ ഹിക്മത്ത്. ഈ ഹിക്മത്ത് കൊണ്ട്, യഥാർത്ഥ അറിവ് കൊണ്ട് നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തുൽ ഹസന, നല്ല ഉപദേശങ്ങൾ,
അതാണ് നിന്റെ ഹിക്മത്ത്. അതുപോലെ തന്നെ അത് ഫലപ്പെടണമെങ്കിൽ അൽ മൗഇളത്തുൽ ഹസന ആയിരിക്കണം, നല്ല വാളായിരിക്കണം, നല്ല ഉപദേശമായിരിക്കണം. ആ രൂപത്തിൽ നീ ആളുകളിലേക്ക് എന്ത് ചെയ്യണം സഹോദരങ്ങളെ, ആളുകളിലേക്ക് നീ ക്ഷണിക്കണം. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പറയുന്നു, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അല ബസീറ അന വമൻ ഇത്തബഅനി, അല ബസീറ, ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്ഷണിക്കേണ്ടത്. അല്ലാഹു തആല പറയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അല ബസീറ, അറിവ് വേണം. അറിവില്ലാതെ നിങ്ങൾ ക്ഷണിക്കാൻ പാടില്ല. കാരണം അറിവില്ലാതെ ക്ഷണിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞ് അവൻ താക്കീത് ചെയ്യുന്നത് അത് തൗഹീദ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞ് അവൻ ആളുകളെ ക്ഷണിക്കുന്നത് ശിർക്കിലേക്കായിരിക്കും. ബിദ്അത്ത് എന്ന് പറഞ്ഞ് അവൻ താക്കീത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിട്ട സുന്നത്തായിരിക്കും. അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് ആളുകൾ അവൻ ചെയ്യിപ്പിക്കുന്നത് ദീനിൽ വഴിവഴച്ച വലാലത്തായിരിക്കും. അതുകൊണ്ട് അറിവ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അറിവില്ലാത്തവന് അവന് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന, ബുദ്ധിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഒരാൾക്കൊരു മെഡിസിൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് നേരത്തെ ഡോക്ടറായിരിക്കണം, അത് നേരത്തെ പഠിച്ച ആളായിരിക്കണം. ആ പഠിക്കാത്ത ഒരാൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ആരെങ്കിലുമൊക്കെ അങ്ങാടിയിൽ ഇരിക്കുന്ന ഏതെങ്കിലുമൊക്കെ രണ്ടാൾക്കാരോട്, അങ്ങാടിയിൽ സംസാരിച്ചിരിക്കുന്ന, നാട്ടുവർത്താനം പറയുന്ന, മാതൃഭൂമി മനോരമയൊക്കെ വായിക്കുന്ന ഒരാളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സാ രീതികൾ പഠിപ്പിച്ചു തരുമോ, മെഡിസിൻ പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കോ? വിഡ്ഢിയെന്ന് നമ്മൾ പറയുള്ളൂ. കാരണം അവൻ ചിലപ്പോൾ പത്രം വായിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ധാരണ ഉണ്ടാവും. ഇന്നൊക്കെ വെച്ച പെനഡോൾ വിളിച്ച അത് തലവേദന മാറും, പനി മാറും, ഇത് അറിയുണ്ടാവും. ശിവന്റെ അടുത്ത് പോയി ആരെങ്കിലും ആ മെഡിസിൻ പഠിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് അത് പഠിച്ച് മനസ്സിലാക്കിയ, അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കി അതിന്റെ വരുംവരായികളൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളുടെ അടുക്കലിനെ പഠിക്കുകയുള്ളൂ. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ഒരായത്താണെങ്കിലും നിങ്ങൾ അറിയിക്കണം. ബല്ലു അന്നി വലു ആയ, ബല്ലു അന്നി വലു ആയ. ഇതാണ് ചില ആൾക്കാർ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരായത്തെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതല്ല, അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് ദീൻ അത് പ്രബോധനം ചെയ്യാൻ അത് എന്തു വേണം? നമ്മൾ കൃത്യമായി അറിവ് മനസ്സിലാക്കി പഠിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർക്കേ പ്രബോധനം നടത്താവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചിലരിവിടെ വന്നിട്ട് സലഫികൾക്കെതിരെ ആരോപണം പറയാറുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ കളവ് പറയുകയാണ് എന്നാണ് അത്തരക്കാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഴുവൻ പഠിച്ച് പണ്ഡിതനായി അല്ലാതായാൽ മാത്രമേ ഒരാൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. തൗഹീദ് ഇല്ലാത്തൊരു തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ശിർക്ക് ചെയ്യുന്നവനോട് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം പഠിച്ച് തികഞ്ഞ ആൾക്കേ പറ്റുള്ളൂ എന്നാരും ഇവിടെ പറഞ്ഞിട്ടില്ല. ശുദ്ധമായ കളവാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലായ കാര്യം അത് വ്യക്തമാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരു ആലിമുൽ അല്ലാമ ഒരാൾക്ക് ആകാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് വല്ല ദഅവത്തും നടക്കുമോ? കാരണം ഏതെങ്കിലും ഒരു പണ്ഡിതൻ എല്ലാ അറിവും പൂർത്തിയാക്കിയ ആളുകളുണ്ടോ? ആരുമില്ല. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രബോധനം നടത്താവൂ എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും പറയാത്ത മറ്റൊരു കാര്യമാണ്, നമ്മളൊരു കിതാബ് അത് പഠിപ്പിക്കണമെങ്കിൽ അതിന്റെ പൂർണ്ണമായി ഇജാസത്തൊക്കെ അത് ഏത് പണ്ഡിതനാണോ എടുത്തത്, ഏത് പണ്ഡിതനാണോ അത് പഠിപ്പിച്ചത്, അയാളിൽ നിന്ന് ഓതി പഠിച്ചാൽ മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിലൊന്നും നമ്മൾ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. ശുദ്ധമായ കളവാണ് സഹോദരങ്ങളെ. അത്തരക്കാരിവിടെ വന്ന് ചില ആളുകളൊക്കെ അഹ്ലുസുന്നത്തിനെതിരെ, യഥാർത്ഥ സലഫികൾക്കെതിരെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് ശുദ്ധമായ നുണയാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരാൾക്ക് ഒരു കിതാബ് തൗഹീദ് പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അൽ ഉസൂലു സലാസ പഠിപ്പിക്കണമെങ്കിൽ, അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രബോധനത്തിന് ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥം പഠിപ്പിക്കണമെങ്കിൽ ആ പണ്ഡിതന്റെ പരമ്പരയിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് ആരെങ്കിലും കേട്ട് പഠിച്ചിട്ട് മാത്രമേ അത് പഠിപ്പിക്കാവൂ എന്ന് സഹോദരങ്ങളെ എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും അത് തെളിയിക്കാനും സാധിക്കില്ല. ആ രൂപത്തിൽ ചില ആളുകൾ സഹോദരങ്ങളെ കളവ് പറയുകയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഇതൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. ഖുർആനിലെ ആയത്തുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിലുള്ള കാര്യങ്ങളിൽ എവിടെയും നിങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കണം എന്നെവിടെയും കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ 1300 വർഷം അത് ആ കാര്യം മനസ്സിലാക്കാതെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാതെ പോയി എന്ന് പറയേണ്ടി വരും.
കാരണം സംഘടനകൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കേവലം 100 വർഷങ്ങൾക്ക് താഴെ മാത്രം പ്രായമുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് സംഘടനകളെക്കുറിച്ച്, ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സംഘടനകളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം. എന്താണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നാട്ടിൽ ദഅവത്ത് നടത്താൻ ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യമായി വരികയാണ് എങ്കിൽ അതിൻ്റെതായ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്, അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാം എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സംഘടന ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. സംഘടന ഉണ്ടാക്കിയാൽ അത് തിന്മയാണ്, അത് ബിദ്അത്താണ് എന്ന് നമ്മൾ ആരും അവിടെ പറഞ്ഞിട്ടില്ല. ഒരാൾക്കും അത് തെളിയിക്കാൻ സാധിക്കുകയുമില്ല. മറിച്ച് അതിൻ്റെതായ നിബന്ധനകൾ. എന്താണ് അതിന്റെ നിബന്ധന? കാരണം സംഘടന എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യന്മാരാണല്ലോ ഉള്ളത്. അത് പ്രത്യേക ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ നയിക്കുന്ന ആളുകൾ, അതിന്റെ മുൻനിരയിലുള്ള ആളുകൾ, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അവർ അറിവ് പഠിച്ചവരായിരിക്കണം, ദീൻ പഠിച്ചവരായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു കണക്ക് മാഷിനോ അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ ഒന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ അറിയുക. ഇതാർക്കാണ് അറിയുക? ദീൻ പഠിക്കണം, ഖുർആൻ അറിയണം, അത് അറബി ഭാഷ അറിയണം, നിർബന്ധമാണ്. കാരണം എങ്ങനെയാണ് അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് തലപ്പത്തിരിക്കാൻ സാധിക്കുക? കാരണം അറബി ഭാഷ അറിയാമെന്ന് വലിയൊരു കാര്യമല്ല. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന കാര്യമാണ്. ഒരാൾക്ക് മെഡിസിൻ പഠിക്കണമെങ്കിൽ നമ്മൾ പറയും ഇംഗ്ലീഷ് അറിയണം. കാരണം മെഡിസിന്റെ എല്ലാ ബുക്കുകളും ഇംഗ്ലീഷിലാണ്. ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് നല്ലൊരു ഡോക്ടറാവാൻ സാധിക്കുക? കാരണം എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ റെഫറൻസ് മടങ്ങണമെങ്കിൽ മലയാളത്തിൽ കിട്ടൂല, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ആ ഭാഷയിലുള്ളത്. ഖുർആനിന്റെ വിശദീകരണങ്ങൾ, തഫ്സീറുകൾ അത് അറബി ഭാഷയിലാണ്, ഹദീസുകളുടെ വിശദീകരണങ്ങൾ അറബി ഭാഷയിലാണ്. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം തന്നെ അറബിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറബി ഭാഷ അറിയുന്ന, ദീനിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ അതിന്റെ തലപ്പത്തുണ്ടാകണം. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞതിന് ഇങ്ങനൊരു നിബന്ധന പാലിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ശുറൂത്തികളാണ്, ഷർത്ത് പറയുന്നവരാണ്, എന്തുമാത്രം വിവരമില്ലായ്മയാണ് പറയുന്നത്. ഒരാൾ ഒരു കാര്യത്തിന് ഇപ്പൊ നിസ്കാരത്തിന് 9 ഷർത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ചില ആളുകൾ പറയുന്നത് അതൊന്ന് ശുറൂത്തിയാണ്. കാരണം എന്താ? നിസ്കാരത്തിന് 9 ഷർത്തുണ്ടെന്ന് പറഞ്ഞാൽ നിസ്കാരം എങ്ങനെയൊക്കെ നിസ്കരിക്കാം, ആർക്കും നിസ്കരിക്കാമല്ലോ, പൊതു ആവശ്യമില്ല, തോന്നിയ പോലെ നിസ്കരിക്കാം, അതിൽ നിന്ന് നിബന്ധന ഉണ്ട്, എന്നാൽ അത് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ശുറൂത്തിയാണ്, അയാൾ നിബന്ധന വെക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡ്ഢിത്തരമാണ്. ഒരു അറബി അറിയുന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ, ഒരു സലഫി പണ്ഡിതന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇതൊരു ആക്ഷേപമായിട്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ, അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് സംഘടന ആവശ്യമെങ്കിൽ ഉണ്ടാക്കാം, അത് വലിയ തെറ്റായ കാര്യമാണ്. അത് ഭൗതികമായ ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ ദീൻ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി, ഒരു പെർമിഷൻ എടുക്കാൻ വേണ്ടി, ഒരു കാര്യം നടക്കാൻ വേണ്ടി, ഒരു മസ്ലഹത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി എന്ന് വെച്ച് അത് തെറ്റായൊരു കാര്യമാണ് എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പണ്ഡിതന്മാർ സംഘടനയെക്കുറിച്ച് ആരും ഇതുവരെ താക്കീത് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ തീർത്തും തെറ്റായ മനസ്സിലാക്കലാണത്. പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ സംഘടനകൾക്കെതിരെ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താക്കീത് ചെയ്തത്? കാരണം ഇത്തരം സംഘടനകൾ പലപ്പോഴും ആ സംഘടനയുടെ പേരിൽ കക്ഷി ചേരുന്നു എന്നുള്ളത് കൊണ്ടാണ്. സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ മീറ്റിങ്ങിന് വന്ന് അവരുടെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവരോടൊരു പ്രത്യേകമായ സ്നേഹം, അതില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല, പക്ഷെ അത് താഴെത്തട്ടിൽ നന്നായിട്ടുണ്ട്. സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ സ്നേഹം, ഭയങ്കരമായ ഇഷ്ടം. എന്നാൽ ഒരാൾ സംഘടനയിൽ ചേർന്നിട്ടില്ല, എന്നാൽ അയാൾ ദീനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗമനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നു. പക്ഷെ അവനോടൊരു ഇഷ്ടമില്ല. സംഘടനയിൽ മീറ്റിങ്ങിന് വരുന്നവനോടുള്ള ഇഷ്ടം ഇവനോടില്ല. ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് വെറുപ്പ്. ഇവനെതിരെ എങ്ങനെങ്കിലുമൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക. ഇവൻ തീവ്രവാദിയാണ്, ഇവൻ ആ രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു, ഇവൻ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവനാണ് എന്ന രൂപത്തിൽ അവന്റെ വേഷവിധാനത്തെ പരിഹസിക്കുക, അവന്റെ എല്ലാ രൂപത്തിലും കളിയാക്കുക. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കക്ഷിത്വമല്ലെങ്കിൽ പിന്നെ ഏതാണ് കക്ഷിത്വം? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിങ്ങൾ സംഘടന ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കൂടെ കൂടിയവരെ മാത്രമേ ഇഷ്ടപ്പെടൂ എന്ന അർത്ഥം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഹിസ്ബിയത്തില്ലെങ്കിൽ, കക്ഷിത്വമില്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം? നിങ്ങളും ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫിന്റെ മാർഗത്തിലേക്കുമാണോ? എങ്കിൽ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവർക്ക് പറയാൻ സാധിക്കണം. നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, കാരണം നിങ്ങൾ അതിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് കക്ഷിത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചില തെറ്റിദ്ധാരണകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾക്ക് ജമാഅത്ത് വേണം. അതുകൊണ്ട് തന്നെ അതിനർത്ഥം ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കൂടെ നിൽക്കണം എന്നാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണോ സഹോദരങ്ങളെ? അങ്ങനെയാണ് എങ്കിൽ ഇത് കേട്ട ഉടനെ സഹാബികൾ ഒരു സംഘടന ഉണ്ടാക്കണ്ടേ?
അല്ലെങ്കിൽ താബിയങ്ങൾ സംഘടന ഉണ്ടാക്കണ്ടേ, ഇമാമിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഇമാമുമാരെല്ലാം ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്നിട്ട് ഞാൻ എന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് പ്രാദേശികമായ സംഘടന ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കിയില്ലല്ലോ. അപ്പൊ ഈ ആയത്തുകളുടെ, ഈ ഹദീസുകളുടെ അർത്ഥം അത് നിങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കണം, നിങ്ങൾ നന്മക്ക് വേണ്ടി തിന്മക്ക് വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കണം എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ സംഘടനയിൽ പ്രവർത്തിക്കണം എന്നല്ല. അല്ലെങ്കിൽ സംഘത്തിന് കിട്ടുന്ന ഹൈറുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകൾ, ഇതൊരു സംഘടന ഉണ്ടായാൽ മാത്രമേ നടക്കൂ എന്നുണ്ടോ? ഒരാൾ മീറ്റിംഗ് കൂടിയാൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്നാണ്. സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് കൂടാൻ പറ്റുള്ളൂ. അല്ലെ, ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ നമ്മൾ 3 ആൾ ഇരുന്നിട്ട് നമുക്കൊരു പരിപാടി വെച്ചാലോ അത് മീറ്റിംഗ് അല്ലേ? അതിന് പ്രതിഫലം ഇല്ലേ? ആ ഹൈറുകൾക്ക് പ്രതിഫലം ഇല്ലേ? അല്ലെ, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ സംഘടന ഔദ്യോഗികമായി പ്രസിഡന്റ് വിളിച്ചു, സെക്രട്ടറി വിളിച്ചു, അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി, എക്സിക്യൂട്ടീവ് കൂടി, ഇതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. അതല്ലാതെ ഒരു നാട്ടിൽ ഇപ്പൊ ഈ ഒരു പരിപാടി നടത്താൻ ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ടാവുകയില്ലേ? ചിലപ്പോൾ വാട്സപ്പിൽ കൂടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരൊരു വീട്ടിൽ കൂടിയിട്ടുണ്ടാകും. അതൊരു മീറ്റിംഗായി പരിഗണിക്കുകയില്ലേ? അതിന്റെ ഹൈറില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങൾ സംഘടനയിൽ ചേർന്ന് മീറ്റിംഗിൽ വന്നാലേ ഹൈറുള്ളൂ എന്നാണോ പറയുന്നത്? സഹോദരങ്ങളെ, എത്ര വലിയ അബദ്ധമാണ് ആ പറയുന്നത്. ശരിക്കും ഒരു പഠിച്ച ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. പ്രത്യേകിച്ചും ഒരു പൊതുപ്രഭാഷണത്തിലൊക്കെ ഇത്തരം വിഷയങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് ഹിക്മത്താണ് ഈ ദഅവത്ത് നടത്തുന്ന ആളുകൾക്കുള്ളത് എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന എല്ലാ നന്മകളും അത് സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സംഘടന ഉണ്ടെങ്കിൽ മാത്രമായി കിട്ടുന്ന പ്രത്യേകമായ നന്മകൾ ഇന്നതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പറയണം, ഇത് സംഘടന ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഈ നന്മ ചെയ്യണമെങ്കിൽ സംഘടന ഉണ്ടാകണം, നിർബന്ധമാണ്. സംഘടന ഇല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാമായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരാൾ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇസ്ലാമിക ദഅവത്ത് നിന്ന് വിട്ടുനിന്നിട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു റുക്കിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സുന്നത്ത് അവൻ ഉപേക്ഷിച്ചിട്ടില്ല, എന്നാൽ ഒരാൾ ദഅവത്തെ നടത്തുന്നില്ല, ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നില്ല, തിന്മയെന്ന് വിലക്കുന്നില്ല, എങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അതല്ലാതെ ഒരാൾ സംഘടനയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴേക്കും നീ ദഅവത്തിൽ നിന്ന് മാറി നിന്നവനാണ്, നീ നിഷ്ക്രിയനാണ് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതെത്ര വലിയ അബദ്ധമാണ്. പിന്നീട് ചിലർ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു തആല ജമീഅൻ എന്നാണ് പറഞ്ഞത്, എല്ലാവരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ വേറിട്ടിക്കാൻ പാടില്ല. അവരോട് നമുക്ക് മാന്യമായി ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ മാതൃ സംഘടനയിൽ നിന്നും മാറിപ്പോന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കിയത്? ഈ ആയത്ത് അന്നും ഉണ്ടായിരുന്നില്ലേ? അവരും ഓതിയിരുന്നില്ലേ? നിങ്ങൾ ഈ ആയത്ത് ഉണ്ടായിരുന്നില്ലേ? മനസ്സിലാക്കിക്കൂടെ? അപ്പൊ അവർക്ക് പറയാനുണ്ടാകും, അത് ആ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അഹ്ലുസുന്നത്തിന്റെ ആശയാദർശത്തിൽ നിന്നും എതിരായി അവർ പോയത് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് എന്നാണ്. ഇതേ കാര്യം നിങ്ങൾ ഇപ്പുറത്തും ചിന്തിച്ചാൽ മതി. നിങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ആ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകുകയാണ്, സുന്നത്തുനിന്ന് വിട്ടുപോകാണ്, സലഫിത്തുനിന്ന് വിട്ടുപോകാന്നല്ല പറഞ്ഞത്. തൽക്കാലം എനിക്കൊരു ഗ്രൂപ്പിന്റെ കീഴിൽ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഗ്രൂപ്പ് അല്ലാത്ത രൂപത്തിൽ ഞാൻ ദീൻ പാലിക്കുന്നുണ്ട്, ഞാൻ സുന്നത്ത് പാലിക്കുന്നുണ്ട്, അതിലേക്ക് ആളെ ക്ഷണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെ, ഏതുപോലെ ഒരാൾ പറയാണ് മൊബൈലിനൊരു കവറുണ്ട്, അയാൾ പറയുന്നത് കവർ ആവശ്യമാണ്, മൊബൈലിന് വളരെ ഉപകാരമാണ്. നമ്മൾ മനസ്സിലാക്കി ഈ കവർ ഇടുമ്പോൾ മൊബൈലിന് കേടാണ് ഉണ്ടാവുന്നത്. ആ കവർ ഇടുമ്പോൾ മൊബൈലിൽ ഇല്ലാത്ത സ്ക്രാച്ചസ് വീഴാണ്. ഞാൻ തൽക്കാലം എന്ത് ചെയ്യണം, കവർ മാറ്റി വെച്ചിട്ട് മൊബൈൽ ഉപയോഗിക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് ഉണ്ടാകുമ്പോൾ കൂടുതൽ കേടുവരുന്നു. എന്തൊരു കാര്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതിന് വിപരീത ഫലം അതുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ കവർ മാറ്റി വെക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇവരോട് പറയുന്നത്? നീ മൊബൈൽ ഉപേക്ഷിച്ചു എന്നോ, അല്ലെങ്കിൽ നീ ടെക്നോളജി അറിയാത്തവനാണെന്നോ ഏതെങ്കിലുമൊക്കെ ഈ രൂപത്തിലുള്ള സംസാരം അറിയുന്ന ഒരാൾ പറയും? ഇല്ല. അതേ കാര്യമാണ് ദീനിൽ. നമുക്ക് ഈ സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ച സമയത്ത് അതിൽ ഒരുപാട് തെറ്റുകൾ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇറങ്ങിയാൽ മതി. എന്നാൽ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മളെന്നാൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുകയല്ല, അല്ലെങ്കിൽ മത്സരമല്ലല്ലോ, രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, നമുക്ക് ഇവിടെ എന്തെങ്കിലും അധികാരം കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം കിട്ടാനാണ്. നമ്മളൊരു ഹൈർ പറഞ്ഞാൽ അതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ ഒരു നന്മ കിട്ടും എന്ന ഉദ്ദേശത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്. ശരി സഹോദര, നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ അതിൽ നിന്നോളൂ. പക്ഷെ മനസ്സിലായ ഒരാൾ അതിൽ നിന്നും തെറ്റിപ്പോകുമ്പോഴേക്കും ആ ദീനിൽ നിന്നും പോയതുപോലെ, സുന്നത്തിൽ നിന്നും പോയതുപോലെ, സലഫിയത്തിൽ നിന്നും പോയതുപോലെ അവനോട് പെരുമാറുന്നത് എന്തിനാണ്? അവനിലില്ലാത്ത ആക്ഷേപങ്ങൾ, അവനിലില്ലാത്ത വ്യാജ പ്രചരണങ്ങൾ എന്തിനു വേണ്ടി നടത്തുന്നു? അവൻ തീവ്രവാദിയാണ്, അവൻ തീവ്രവാദത്തിൽ ക്ഷണിക്കുന്നവനാണ്, അവൻ ഈ നാട് വിട്ട് ഹിജറ ചെയ്യണമെന്ന് പറഞ്ഞവനാണ്. എവിടെയാണ് പറഞ്ഞത് സഹോദര?
സത്യം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എവിടെയാണ് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഇന്ത്യയിൽ നിന്നും ഹിജറ ചെയ്ത് പോകണമെന്ന് പറഞ്ഞത്? എവിടെയാണ്? പണ്ഡിതന്മാരെന്താണ് ഹിജറയെ കുറിച്ച് പറഞ്ഞത്? ഏതൊരു അനിസ്ലാമിക രാജ്യത്തു നിന്നും അവിടെ പ്രത്യേകിച്ച് ദഅവത്തോ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ അത് മുസ്തഹബായ കാര്യമാണ്. എന്നാൽ ദീൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാറൽ നിർബന്ധവുമാണ്. ഇനി അത് നിർബന്ധമായാൽ പോലും ഇന്നതിന് സാഹചര്യമില്ലെങ്കിൽ അവന് ഒഴികഴിവുണ്ട്. ഇത്രയല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ, അതല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കള്ള വിസ എടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തെ പറ്റിച്ചുകൊണ്ട് അവിടുത്തെ ഡ്രൈവർ വിസ എടുത്തുകൊണ്ട് അങ്ങനെ പോകണമെന്ന് ഏത് ദാഇയാണ് പറഞ്ഞിട്ടുള്ളത്? സലഫിയത്തിലേക്ക് ക്ഷണിക്കുന്ന ഏത് പ്രബോധകനാണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലുമൊക്കെ നാടന്മാര് പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തോട് അവർ സംഘടനയിൽ പ്രവർത്തിച്ചില്ല എന്ന കാരണത്താൽ അവരോട് അനീതി കാണിക്കുക എന്ന് പറയുന്നത് എത്ര ക്രൂരമായ, എത്ര നീചമായ കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്തു മറുപടിയായിരിക്കും അവർക്ക് പറയാൻ സാധിക്കുക? നിങ്ങൾ ഈ കള്ള പ്രചരണം പറഞ്ഞതുകൊണ്ട് എത്ര ആളുകൾക്ക് പ്രശ്നമുണ്ടായി. ഇവർ തീവ്രവാദത്തിലേക്കാണ്, ഇവർ ISIS-ലേക്കാണ് ക്ഷണിക്കുന്നത്, അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് യുവാക്കൾ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ പ്രയാസപ്പെടുന്ന, കുടുംബത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന, നാട്ടിൽ നിന്ന് പ്രയാസപ്പെടുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. ഇവർ ആത്മാർത്ഥമായി ആക്രമിക്കപ്പെട്ടവന്റെ മനസ്സുമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ദഅവത്ത് നടത്തുന്നത്? ഈ ദുൽമ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഹക്കിനു വേണ്ടിയിട്ടോ ഇഖ്ലാസോടുകൂടിയാണോ ചെയ്യുന്നത്? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ സംഘടനയിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അവൻ ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും അനുസരിച്ചാണ് ദഅവത്ത് നടത്തുന്നത് എങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരാൾ സംഘടനയിൽ പ്രവർത്തിക്കാതെ മാറി നിന്നും കൂട്ടമായിട്ടാണ് ദഅവത്ത് നടത്തുന്നത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരികയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതല്ലാതെ സ്വന്തം ഹവയിൽ നിന്നും പറയുകയും ഞങ്ങൾക്ക് ഹവയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് യഥാർത്ഥ അറിവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിന്റെ ദീൻ പ്രചരിപ്പിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, നമുക്കിവിടെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയ നമുക്കുള്ള എതിരാളികൾ എന്ന് പറയുന്നത് തൗഹീദിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, എന്നാൽ നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളായി കാണുന്ന ആളുകളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് സഹോദരങ്ങളെ ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന, കുഫ്ർ പ്രചരിപ്പിക്കുന്ന, വ്യത്യസ്ത ത്വരീഖത്തുകളിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. അവരാണ് നമുക്ക് ഏറ്റവും വലിയ എതിരാളികൾ. അവരെയാണ് നമ്മൾ കാണേണ്ടത്, അവരെയാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായ തൗഹീദ് അറിയാത്ത, സുന്നത്ത് അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അവർക്ക് നേരെ ആണ് നമ്മുടെ എഴുത്തും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഉയർപ്പും ഒഴുക്കേണ്ടത് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ചിലപ്പോഴൊക്കെ നമ്മളെ ആരെയാണോ കൂടുതൽ ആക്രമിക്കുന്നത് അവരോട് കൂടുതൽ ദേഷ്യം ഉണ്ടാകുക എന്നുള്ളതൊരു സ്വാഭാവികത പലരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ആകാൻ പാടില്ല. നമ്മളെ എന്തും പറഞ്ഞോട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചോട്ടെ, നമുക്ക് പ്രയാസമുണ്ടാകും, ശരിയാണ്. ആ പ്രയാസത്തിന്റെ പേരിൽ നമ്മുടെ അധ്വാനവും ഊർജവും അത് ദിശ തെറ്റിപ്പോകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, യുവാക്കളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി പറയട്ടെ, ഇവിടെയുള്ള സമസ്ത വിഭാഗങ്ങളും ശിർക്ക് ഖുറാഫത്തുകളിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗങ്ങളും തബ്ലീഗ് ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലെയുള്ള വഴി പിഴച്ചവരാണ് എന്ന് സംശയരഹിതമായ 72 പിഴച്ച കക്ഷികളിലാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള വിഭാഗമായിരിക്കട്ടെ. നമുക്ക് ആദ്യം പ്രബോധനം ചെയ്യാൻ, എതിരു പറയാൻ, അവർക്കെതിരെ സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ തൗഹീദിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകളല്ല നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കൾ. നമുക്കങ്ങനെ തോന്നുന്നത് അവരായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചില സമയത്ത് പ്രാദേശികമായി മറ്റുമൊക്കെ ഉപദ്രവിക്കുന്നത്. അത് കാരണത്താൽ അവരോടൊരു അനീതി ഉണ്ടാകുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു തൗഹീദി പ്രവർത്തനത്തിന് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ആളുകൾ തെറ്റിപ്പോവുക, അത് നമ്മൾ ചെയ്യരുത്. നമുക്ക് തൗഹീദിനോട് ഇഷ്ടമുണ്ടാകണം. അവരാകട്ടെ ഒരു തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണം, സന്തോഷമുണ്ട്. അവർ കാരണം ഒരാൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടും, നമുക്ക് സ്നേഹം ഉണ്ടാകണം. തൗഹീദിനോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കതുണ്ടാകും. അവർ കാരണം ഒരാൾ ബിദ്അത്ത് ഉപേക്ഷിച്ച് സുന്നത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖൽബിൽ സ്നേഹം വേണം. കാരണം നമ്മൾ ഒരു കക്ഷി ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വന്നാലേ നമ്മൾ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ തീരുമാനിക്കരുത്. നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരാൾ തൗഹീദുള്ളവനാണ്, സുന്നത്തുള്ളവനാണ്, സലഫിയത്തനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവൻ മനസ്സിലാക്കാണ് അവൻ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിൽ ചെറിയ മസ്ലഹത്തുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പോട്ടെ, അവൻ മനസ്സിലാക്കി മസ്ലഹത്താണ്, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, നല്ലതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നു, അവന് ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഒരാൾക്ക് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമുക്കൊരാൾ വെറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല.
സഹോദരങ്ങളെ, അവരൊരു പക്ഷെ നമുക്കെതിരെ ആരോപണം പറയുന്നുണ്ടാകാം, നമുക്കെതിരെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കരുത്. അങ്ങനെ അവർ പറയുന്ന എല്ലാ വിമർശനങ്ങൾക്കും വേണ്ടി അങ്ങനെ യുദ്ധവും നമ്മൾ തുടങ്ങേണ്ടതില്ല. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഫ്സിനെ നന്നാക്കാൻ, നമ്മുടെ ജഹ്ലിനെ ഉയർത്താൻ അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കുക, അതിനുവേണ്ടി വ്യാപൃതനാവുക. എന്നിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ആളുകൾക്ക് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, ആളുകൾക്ക് പരസ്പരം ഉപദേശിക്കുക, അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഇഖ്ലാസ് നമ്മൾ വിട്ട് കളിക്കരുത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ദഅവത്ത് നടത്തുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുകളിക്കരുത്. നമ്മളെ ആക്ഷേപിച്ചു, എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തു, എനിക്കൊരു പണി തന്നു, അത് ഞാനും തിരിച്ചങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ആക്ഷേപിച്ച ആളുകളൊക്കെ മാറിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ നേതാക്കളെ മാറ്റിയിട്ടുണ്ട്, ബിദ്അത്തിന്റെ വലിയ വലിയ നേതാക്കളെ അഹ്ലുസുന്നത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ ഇത്തരക്കാരും മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തരോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്. പ്രതിസന്ധികൾ ഉണ്ടാകും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം അത് എളുപ്പമായിരിക്കും. ചുവന്ന പരവതാനി വിരിച്ച് നമ്മൾ ആളുകൾ സ്വീകരിക്കും, പൂക്കൾ ഇട്ടുകൊണ്ട് ആളുകൾ നമ്മൾ വരവേൽക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരാശി മുഴുവൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, അറിവ് പഠിച്ച് വിശ്വസിച്ച ആളുകൾ, വഅമലു സ്വാലിഹാത്ത്, അതനുസരിച്ച് പ്രവർത്തിച്ച ആളുകൾ, വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഹഖ് ഉപദേശിച്ച, സത്യം ഉപദേശിച്ച ആളുകൾ, വതവാസൗ ബിസ് സബ്ർ, അതുപോലെ തന്നെ ക്ഷമിച്ച ആളുകൾ. ഇതിലെല്ലാം ക്ഷമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, രക്ഷപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.